വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ശരിക്കും രണ്ടുപേരും ഭയങ്കരമായിട്ട് ബിസിയാണ്. രശ്മി ആസ് ആൻ ആക്ട്രസ് ബിസിയാണ്, സർ ആസ് എ ഡയറക്ടർ ബിസിയാണ്, എല്ലാം. ശരിക്കും ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സർട്ടൻ ടൈം ഉണ്ടാവുമല്ലോ മക്കളുടെ കൂടെ. അത് സർ കണ്ടെത്താറുണ്ടാവും? ഞങ്ങൾ കണ്ടെത്താറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഒരുമിച്ച് യാത്രകൾ പോകും. അങ്ങനെ പോകുമ്പോൾ സാർ ഏറ്റവും ഫീലിംഗ് ഹോംലി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഏതായിരിക്കും? ഞങ്ങൾ കൂടുതലും ഹിൽ സ്റ്റേഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് പോകാൻ വേണ്ടിട്ട്. പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. പിന്നെ പ്രീ പ്ലാൻഡ് യാത്രകളൊന്നും ഞങ്ങളുടെ പ്രാവർത്തികമാവാറില്ല. ഷടപടാ ഞങ്ങൾ കല്യാണം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഷടപടാ എന്ന് മാത്രമേ ഞങ്ങൾക്ക് വർക്കൗട്ട് ആവൂ. ഷടപടാ പക്ഷെ അത് പറഞ്ഞിട്ട് 10-15 വർഷം മുമ്പല്ലേ പറഞ്ഞത്? 25 കൊല്ലം. അപ്പൊ ഇപ്പൊ ഒന്നുകൂടെ കൂടെ ആ ഷടപട പറയോ? അതെങ്ങനെയായിരുന്നു? ഷടപടയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 4-5 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെച്ചാൽ ആ സമയത്ത് വീട്ടിലെ കല്യാണാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഐ വാസ് ജസ്റ്റ് 20 years, ജസ്റ്റ് ഇൻഡസ്ട്രിക്കകത്ത് വന്നതേ ഉള്ളൂ. അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ വലിയ പ്ലാനിങ്ങോടെ വന്നതാ. അപ്പം നമ്മൾ പരിചയപ്പെട്ടു, ഒരു റിലേഷൻഷിപ്പിലായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ കല്യാണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് 3 കൊല്ലം. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ പറഞ്ഞ് പിറ്റത്തെ ആഴ്ച കെട്ടിയോ? പോയി വീട്ടിൽ പറഞ്ഞു. പുള്ളിയുടെ വീട്ടിൽ പറഞ്ഞു, എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല. അപ്പൊ സമ്മതിച്ചു? അവിടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല. അപ്പൊ രശ്മിയുടെ പേടിയുണ്ടായിരുന്ന? രണ്ടും രണ്ട് ഇതാണല്ലോ. പിന്നെ അച്ഛനോട് ചുമ്മാ സൂചിപ്പിച്ചപ്പോ അച്ഛൻ ഏതാണ്ട് മുട്ടുകാല് തല്ലി ഓടിക്കുന്ന ലെവലിൽ പറഞ്ഞ ഒന്നും മിണ്ടിയില്ല. പിന്നെ സംഭവിച്ചു, വീട്ടുകാർ നടത്തി തന്നു. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. രശ്മിയുടെ ഇനിയുള്ള ഈ ഫിലിംസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഞാൻ ഇപ്പൊ ചെയ്തത് ജൂഡിന്റെ ഒരു മൂവി ചെയ്തത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഹെവി ക്യാരക്ടർ? ഇല്ല, ചെറിയൊരു ക്യാരക്ടർ. തുടക്കം. അത് റിലീസായോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത് ജൂഡിന്റെ പടമാണ്. ഓക്കെ. നിങ്ങൾ ബിസി ഷെഡ്യൂൾ, പക്ഷെ നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്? അത് എങ്ങനെയാ നിങ്ങൾ കണ്ടെത്തുക? അല്ല, എന്നും കാണുമ്പോ ഈ സ്നേഹം നിലനിൽക്കണം എന്നൊന്നുമില്ല. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇടുമ്പം അത് ഏത് ബന്ധത്തിലായാലും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പൊ ഞാൻ തന്നെ 17 ദിവസത്തിന് ശേഷം ഇന്ന് വന്നത്. അപ്പൊ ഉണ്ടാവുന്നൊരു സന്തോഷം ഡിഫറെന്റാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി പണ്ടൊന്നും വീഡിയോ കോളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഡെയിലി രാവിലെ പോകുന്നതിന് മുന്നേ വിളിക്കുന്നുണ്ട്, ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തായിരുന്നു പറഞ്ഞത്? അത് ഞങ്ങള് കേട്ടു, പ്രേക്ഷകർ കേട്ടു, ഞങ്ങൾക്ക് തൃപ്തിയായി നിർത്തി. ഞാൻ പറയുന്ന പലതും ഞാൻ കേൾക്കാത്തോണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇഷ്ടമായിട്ടോ സാർ? ഒറ്റയടിക്ക് തീർന്ന്. അതിന് ചോദ്യം ഉത്തരവുണ്ട്, എല്ലാം ഉണ്ട്, തീർന്നു. ലാലേട്ട മൂവി അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു. ബട്ട് യെസ്, നല്ലൊരു എക്സ്പീരിയൻസ്. ഷീ ഈസ് വെരി ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി. ലാലേട്ടനെ പോലെ തന്നെ പുള്ളിക്കാരത്തി ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഷീ ഈസ് വെരി കോൺഫിഡന്റ് ചെയ്യുന്നതിലൊക്കെ. അല്ല, ശരിക്കും പ്രേക്ഷകർക്കൊക്കെ ഇപ്പം അഭിനയിക്കാൻ വരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ എങ്ങനെ ഉണ്ടാവുന്ന.